നമസ്കാരം. നമ്മളിപ്പോൾ പാലായിലാണ് വന്നിരിക്കുന്നത്. ശ്രീ ജോസ് ചീരാംകുഴി ഏതാനും കാലങ്ങളായി ഇവിടെ വളരെയധികം വൈറലായിരിക്കുകയാണ്. ഒരു എയർപോർട്ട് വിവാദമാണ് ഇപ്പോൾ പാലായിൽ നിന്നും സംസ്ഥാനമൊട്ടാകെ മലയാളികളുള്ള എല്ലായിടത്തും തന്നെ വൈറലാണ്. എന്താണ് ഈ എയർപോർട്ടിൻ്റെ പ്രശ്നം? എന്താണ് നിലവിൽ എന്താണ് പ്രശ്നം? നിലവിൽ ഇപ്പം ഇത് നിങ്ങളെ വിളിച്ചു കൂട്ടാൻ മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ എയർപോർട്ട് 5-8 മാസം കൂടി തിരിച്ച് പാലായി വന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് ബോധ്യപ്പെട്ടു. പോലീസുകാർ വിളിച്ചു, സ്റ്റേഷനിൽ വരണം, ഇന്ന സാധനം നമ്മുടേതാണോ എന്ന് അറിയണമെന്ന് പറഞ്ഞ് കണ്ട് ബോധ്യപ്പെടണമെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. അതിൻ്റെ സീരിയൽ നമ്പറെല്ലാം ചെക്ക് ചെയ്തു. എൻ്റെ സാധനമാണെന്ന് കണ്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പരിപാടി. വലിയൊരു യുദ്ധം നടത്തി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് സാധനം. ഇല്ല, എന്നേക്കാൾ കൂടുതൽ യുദ്ധം പോലീസുകാരാണല്ലോ ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ കിട്ടിയ ലൊക്കേഷനും തെളിവുകളും അവർക്ക് ഹാജരാക്കി എന്നുള്ളതേ ഉള്ളൂ. അവരാണ് വിളിച്ച് അവരെ അന്വേഷണത്തിന് സഹായിച്ചു. അന്വേഷണത്തിന് അത്യാവശ്യം വേണ്ട സഹായം ഞാൻ ചെയ്തു. പ്രതി ആരെന്നുള്ളതിന് തെളിവ് അതിൻ്റെ തെളിവും കാര്യങ്ങളും എല്ലാം പോലീസുകാർക്ക് അറിയാം. അപ്പോൾ നമുക്ക് ഈ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം കേരളത്തിൽ പുറത്തോട്ട് പോയി എന്നൊക്കെയുള്ള വിവരങ്ങളൊക്കെ താങ്കൾ തന്നെയാണ്. അതൊക്കെ അതെ. ഇപ്പം നിലവിൽ കിട്ടിയ എയർപോർട്ട് എൻ്റെ കൈ കിട്ടിയിട്ടില്ല. ഇനി കോടതി ഹാജരാക്കി കോടതിയിൽ അപേക്ഷ വെച്ചാൽ എനിക്ക് കിട്ടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ശ്രീ ബിനു പുളിക്കകണ്ടത്തിൻ്റെ പേര് താങ്കളാണല്ലോ ഇവിടെ പോലീസുകാരോട് പറയുന്നുണ്ടായിരുന്നു. അതെ അതെ. അപ്പോൾ അതിന് വേണ്ട തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ ഉണ്ടായിരുന്നു. പുള്ളിയുടെ വീടിരിക്കുന്നവിടെ തന്നെ പല പ്രാവശ്യത്തെ ലൊക്കേഷൻ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ബിനു പുളിക്കകണ്ടമല്ല പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ല, നിലവിൽ ബിനു പുളിക്കക്കണ്ടം അല്ല ഹാജരാക്കിയതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അത് അറിയത്തില്ല. ബിനു പുളിക്കക്കണ്ടം കൊടുത്ത ആളാണ് ഹാജരാക്കിയതെന്നാണ് എൻ്റെ അറിവ്. നിലവിൽ എന്തായാലും എയർപോർട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. നിലവിൽ എയർപോർട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പം ബിനു പുളിക്കക്കണ്ടത്തിന് ആ ഒരു ശ്രദ്ധ മാറിയോ? അപ്പം ബിനു പുളിക്കണ്ടത്തിൻ്റെ ആരോപണം ഇനിയിപ്പം താങ്കൾ ഉന്നയിക്കുന്നില്ല. ബിനു പുളിക്കക്കണ്ടത്തിനെ തന്നെ ആരോപിക്കാൻ പറ്റുള്ളൂ. ഒരു സാധനം കാണാതെ പോയി അയാൾ വേറെ ആൾക്ക് കൊടുത്തു, ആ ആൾ കൊണ്ടുപോയി കൊടുത്തെന്ന് പറഞ്ഞാലും അവർ പറയുമല്ലോ ഇന്ന ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളാണ് മോഷണം. പിന്നെ വേറെ ഇവിടുത്തെ ഈ കൗൺസിലിലെ സാഹചര്യം വെച്ച് ഏതൊക്കെയായാലും ആ കൊണ്ടുപോയി കൊടുക്കുന്ന ആൾക്കോ അല്ലെ ഇവിടെ അടുത്തുള്ളവർക്കോ ഒന്നും ഈ കൗൺസിൽ ഹാളിൽ കയറത്തില്ലല്ലോ. കൗൺസിലുള്ള ആൾക്കാർക്കേ ആ സാധനം എടുത്തുകൊണ്ട് പോകും. കൗൺസിൽ ഹാളിൻ്റെ അകത്ത് വെച്ചാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ബിനു പുളിക്കക്കണ്ടമെന്ന് പറയുന്നു. അറസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും താങ്കളുടെ നീതി ലഭിക്കണമെന്നാണ് പറയുന്നത്. നീതി ലഭിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. എയർപോർട്ട് എൻ്റെ കൈ കിട്ടിയില്ല, കിട്ടും. ഇത്ര ഇവിടെ പോയ സാധനം ഇവിടെ അടുത്ത് വരെ വന്നല്ലോ. ഇനി നീതി കിട്ടിയാൽ മതി. പുള്ളി മുൻകൂർ ജാമ്യത്തിന് ഫയൽ ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് തോന്നിയോണ്ടായിരിക്കും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ വെച്ചിരിക്കുന്നത് ഹൈക്കോടതിയിൽ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രതികരണം അറിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ബിനു പുളിക്കണ്ടത്തിൻ്റെ അറിവോടെ അല്ലാതെ അത് കൗൺസിൽ ഹാളിൽ നിന്ന് പുറത്ത് പോകത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് ബിനു പുളിക്കണ്ടത്തിൻ്റെ അഭിപ്രായം കൂടി അറിയേണ്ടതുണ്ട്.